ജൂലൈ 3-ന് കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ തങ്ങളുടെ പുതിയ സീസണിനായുള്ള ആദ്യഘട്ട പ്രീ സീസൺ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ജൂലൈ 22 വരെ നീളുന്ന പ്രീ സീസണിൽ അവിടെ 3 തായ് ഫസ്റ്റ് ടയർ ക്ലബ്ബുകളുമായുള്ള മത്സരങ്ങളും കളിച്ച് 26-ന് ഡ്യൂറന്റ് കപ്പിനായി കൊൽക്കത്തയിലെത്താനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ. അപ്പോൾ ജൂലൈ 3-ന് പ്രീ സീസൺ ആരംഭിക്കുമ്പോൾ മുഴുവൻ സൈനിങ്ങുകളും ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കുമോ എന്നത് ആരാധകരുടെ നിലവിലെ ആശങ്കയാണ്. എന്നാൽ മുമ്പത്തെ സീസണുകളെ പോലെ ലേറ്റ് ആയിട്ടുള്ള സൈനിങ്ങുകൾ ഇത്തവണ ഉണ്ടാകില്ല. ജൂൺ 30-ന് മുമ്പായി തന്നെ ബ്ലാസ്റ്റേഴ്സ് മുഴുവൻ സൈനിങ്ങുകളും പൂർത്തിയാക്കിയേക്കും. എല്ലാ വിദേശ ഇന്ത്യൻ താരങ്ങളും ജൂലൈ 2-ന് തായ്ലാന്റിൽ ഉണ്ടാകും. നിലവിൽ വിദേശ താരങ്ങളിൽ ലൂണ, നോഹ്, മിലോസ് എന്നീ 3 വിദേശ താരങ്ങൾ ഉറപ്പായപ്പോൾ സൊത്തീരിയോ, പെപ്ര എന്നീ താരങ്ങളിൽ സൊത്തീരിയോ ഒഴിവാക്കി പെപ്രയെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമെന്നാണ് ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ബാക്കിയുള്ള 2 വിദേശ സൈനിങ്ങുകളിൽ ഒരു കിടിലൻ സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലാറ്റിൻ അമേരിക്കൻ സ്ട്രൈക്കറെ സ്വന്തമാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. കൂടെ തന്നെ യൂറോപ്പിൽ നിന്ന് 2 താരങ്ങളെയും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ ഒരു വിദേശ സെൻട്രൽ ഡിഫൻഡറെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയേക്കും. ഇന്ത്യൻ സൈനിങ്ങുകളിൽ മികച്ച 3ഓളം സൈനിങ്ങുകൾ ഉടൻ എത്തിയേക്കും. ചില സൈനിങ്ങുകളുടെ ഒഫീഷ്യൽ ഉടൻ തന്നെ എത്തുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഡയറക്ടർ നിഖിൽ ഇന്നലെ വ്യക്തമാക്കിയത്. അടുത്ത 16 ദിവസങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ എക്സൈറ്റ്മെന്റ് നിറഞ്ഞ ദിവസങ്ങളായിരിക്കും. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.